ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ദുരന്തം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 200 കടന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 191 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മുണ്ടക്കൈയിൽ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം നാളെ പൂർത്തിയാകും. വയനാട്ടിലെ കനത്ത മഴയും ഉരുൾപൊട്ടലും സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മുന്നറിയിപ്പുകളുടെ ഭാഗമായ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചിരുന്നതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF 23 സീറ്റിലും UDF 19 NDA 3 സീറ്റിലും വിജയിച്ചു. പാരീസ് ഒളിമ്പിക്സ് 5ാം ദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ ദുരന്തം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 200 കടന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 191 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കേരളം ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്തത്രയും വേദനാജനകമായ കാഴ്ചകളാണ് ദുരന്ത മേഖലയിലെന്നും മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമാവധി ആളുകളെ ഇവിടെ നിന്നും സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള പ്രവർത്തനം തുടരുകയാണ്. ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുന്നുണ്ട്. 2 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ 1592 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതമായതും അതിവിപുലവുമായ ദൗത്യത്തിന്റെ നേട്ടം തന്നെയാണ്. നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചൂരൽമലയിലും അട്ടമലയിലും രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുവരികയാണ്. മെഡിക്കൽ ടീമിനെയും മേഖലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെയും നിയോഗിച്ചു. ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നാവികസേനയുടെ സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. മണ്ണിനടിയിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ഐബോർഡ് സംവിധാനം ഉപയോഗിക്കാൻ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ നിർമ്മാണം നാളെയോടെ പൂർത്തിയാവും. താൽക്കാലികമായി ഒരാൾക്ക് നടക്കാനുള്ള പാലം ഇന്നലെ സന്ധ്യയോടെ സജ്ജമാക്കാനായത് രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈയിൽ ഇന്ന് പുഴ മുറിച്ചുകടന്ന് JCB എത്തിക്കാനായതും രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി. വയനാട് ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8017 ആളുകളാണുള്ളത്. മുണ്ടക്കൈ ചെറാട്ടുകുന്ന് കോളനിയിൽ 32 പേരിൽ 26 പേരെ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. റിസോർട്ടുകളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെയും ഇന്ന് ദൌത്യസംഘം രക്ഷപ്പെടുത്തി. ദുരന്തത്തിന്റെ 2ാം ദിനമായ ഇന്ന് രാവിലെ 7 മണി മുതൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മേപ്പാടി, മുണ്ടക്കയം പ്രദേശങ്ങളിൽ ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ കാലാവസ്ഥ പൂർണ്ണമായി മാറി. ശക്തമായ മഴയാണ് ഇപ്പോൾ മേപ്പാടി കള്ളാടി പ്രദേശത്ത്. കള്ളാടിപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ചൂരൽമല, മുണ്ടക്കയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം മുങ്ങി. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ താൽക്കാലികമായി പാലം നിർമ്മിച്ചത്. ഇതോടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനോടൊപ്പം പോയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതോടെ വലിയ വടം ഉപയോഗിച്ച് പാലം ഉയർത്തി രക്ഷാപ്രവർത്തകരെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സൈന്യം നടത്തുന്നത്. ഇതിനിടെ ഇവിടെ നിന്നും കിലോമീറ്ററിൽ മാറി കുമ്പളപ്പാറയിൽ വെച്ച് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ മുഖ്യമന്ത്രി ജില്ല സന്ദർശിക്കും. തുടർന്ന് ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേരും. തുടർന്നായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട 48 പേരുടെ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ ചാലിയാറിൽ നിന്നും ലഭിച്ചു. 16 മൃതദേഹങ്ങളാണ് ഇന്ന് നടത്തിയ തെരച്ചിലിൽ ലഭിച്ചത്. ഇവിടെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൌകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചത്.
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ചൂരൽമലയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അപകടത്തിനിരയായവരെ അദ്ദേഹം ആശുപത്രിയിലെത്തി നേരിൽ കണ്ടു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെത്തിയ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മുണ്ടക്കയിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ 5 മന്ത്രിമാരുടെ സംഘമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജും ഇന്ന് വയനാട്ടിലെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗവും ചേർന്നു. മുഖ്യമന്ത്രി നാളെ വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. വയനാട് ദുരന്തഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ഇവിടെ നിയോഗിക്കും. വയനാട് കളക്ടറേറ്റിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ചൂരൽമലയിൽ JCB നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യത്തിന് വെളിച്ചമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ യോഗത്തിൽ അറിയിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റു ജില്ലകളിലെ ശക്തമായ മഴയും കണക്കിലെടുത്ത് പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി സാധ്യത മുൻനിർത്തി വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. എല്ലാ ആശുപത്രികളിലും അവശ്യ മരുന്നുകളും ആന്റി സ്നേക് വെനവും ഉൾപ്പെടെ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തകർ ഗ്ലൌസ്, മാസ്ക്, ബൂട്ട് മുതലായവ ധരിക്കേണ്ടതാണ്. വയനാട്ടിലെ കനത്ത മഴയും ഉരുൾപൊട്ടലും സംബന്ധിച്ച് ഈ മാസം 23, 24, 25 തീയതികളിൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പാർലമെന്റിൽ വയനാട് ദുരന്തം സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 9 NDRF സംഘങ്ങളെ മുൻകൂട്ടി കേരളത്തിലേക്ക് അയച്ചിരുന്നെന്നും സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദുരന്തം നേരിടാൻ കേരളത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതെന്നും ഇത് ജനങ്ങളെ സഹായിക്കാനുള്ള സമയമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ സംസ്ഥാനം ഗൌരവമായാണ് കാണുന്നതെന്നും പൊതുവായ മുന്നറിയിപ്പുകളുടെ ഭാഗമായ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചിരുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പാണ് മേഖലയിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ പറയുന്നതിലും വളരെയധികം മഴ പ്രദേശത്ത് പെയ്തതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാടിനെ പുനർനിർമ്മിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്നും അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പൊതുമേഖലാ സ്ഥാപനങ്ങളും MA യൂസഫലി, രവി പിള്ള ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യവസായികളും ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. കണ്ണൂർ ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായി. മഴക്കെടുതിയും ജില്ലയിൽ രൂക്ഷമായി തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 വീടുകൾ പൂർണ്ണമായും 132 വീടുകൾ ഭാഗികമായും തകർന്നു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 815 പേർ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഴക്കെടുതി ഇപ്പോഴും മലയോര പ്രദേശങ്ങളിൽ രൂക്ഷമാണ്. കോളയാട് പഞ്ചായത്തിലെ പെരുവ കോളനിയിലെ 2 നടപ്പാലങ്ങൾ ഒഴുകിപ്പോയതിനെ തുടർന്ന് ഒട്ടേറെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 14 എണ്ണം പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. 2 എണ്ണം 80 സെന്റിമീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായി. പൂനൂർ പുഴയിൽ ജലനിരപ്പ് കൂടിയതിനെ തുടർന്ന് വേങ്ങേരി, കണ്ണാടിക്കൽ ഭാഗങ്ങളിൽ നിന്ന് തീരവാസികളെ ഒഴിപ്പിച്ചു. 110 ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അതിനിടെ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചെക്കിയാട്, നാദാപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം അപകടത്തിലായി. ഉരുൾപൊട്ടലിൽ കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. കോഴിക്കോട് വടകര താലൂക്ക് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്ത് ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായിരുന്നു. വയനാട് താമരശ്ശേരി ചുരം റോഡിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. വലിയ വാഹനങ്ങൾ നിയന്ത്രണങ്ങളോടെയാണ് ഇവിടെ കടത്തിവിടുന്നത്.
മലമ്പുഴ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ അടുത്ത ദിവസങ്ങളിൽ തുറക്കേണ്ടി വരുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ തുടങ്ങിയ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്നലെ നടന്ന 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. 23 LDF-ഉം 19 UDF-ഉം NDA 3 4 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. പാരീസ് ഒളിമ്പിക്സ് 5ാം ദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾ. ബോക്സിംഗ് വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലീന ബോർഗോഹൈൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധു പ്രീ ക്വാർട്ടറിൽ കടന്നു. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വനിതകളുടെ വ്യക്തിഗത വിഭാഗം അമ്പെയ്ത്തിൽ ദീപിക കുമാരി അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. വനിതകളുടെ ടേബിൾ ടെന്നീസിൽ ശ്രീജ അകുല പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യയുടെ സ്വപ്നിൽ കുശാലെ ഫൈനലിൽ കടന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും പെട്രോൾ, ഡീസൽ പമ്പുകളിൽ ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ദുരന്തമേഖലയിൽ മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും മന്ത്രി GR അനിൽ നിർദ്ദേശം നൽകി. വയനാട്ടിൽ ചേർന്ന പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിലാണ് നിർദ്ദേശം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ സമീപം വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി KECB. ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചുപോയ ചൂരൽമല ടൌൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് വൈദ്യുതി പുനഃസ്ഥാപന ശ്രമങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. KECBയുടെ 2 സംഘങ്ങൾ മേഖലയിൽ സജ്ജമാണ്. വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽക്കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്തു നിന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചു. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 52 നാൾ നീണ്ട ട്രോളിംഗ് നിരോധനത്തിന് അർദ്ധരാത്രി വിരാമമാകുമ്പോൾ ജാഗ്രതയേടി കടലിലേക്ക് കുതിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല. ഓഫ് സീസണിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയെത്തിയതോടെ കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകൾ സജീവമായി. ഐസ് പ്ലാന്റുകളും അടച്ചിട്ടിരുന്ന ഇന്ധന ബങ്കുകളും പ്രവർത്തിച്ചു തുടങ്ങി. അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റ് അടിച്ചു പുതുക്കിയ ബോട്ടുകളിൽ വലയും മത്സ്യബന്ധന ഉപകരണങ്ങളും ഐസും ഭക്ഷണപാനീയങ്ങളും സംഭരിച്ച് കടലിലേക്ക് പോകാനുള്ള ഉത്സാഹത്തിലാണ് തൊഴിലാളികൾ. സംസ്കരണ കയറ്റുമതിശാലകളും അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. ട്രോളിംഗ് നിരോധനം പിൻവലിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികൾ ഫിഷറീസ് വകുപ്പ് പൂർത്തിയാക്കി. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി മെഡൽ നേടിയ 5 മലയാളി കായിക താരങ്ങൾക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തസ്തികയ്ക്ക് സമാനമായി അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസർ തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. PU ചിത്ര, VK വിസ്മയ, കുഞ്ഞു മുഹമ്മദ്, V നീന, മുഹമ്മദ് അനസ് യഹിയ എന്നിവർക്കാണ് നിയമനം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്ക് 2024-2025 അധ്യയന വർഷത്തെ കേന്ദ്രീകൃത കീം അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 5 രാവിലെ 11 വരെ വിവിധ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്ക് ഓൺലൈൻ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നാളെ ചുമതലയേൽക്കും. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ ദുരന്തം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 200 കടന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 191 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മുണ്ടക്കൈയിൽ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം നാളെ പൂർത്തിയാകും. വയനാട്ടിലെ കനത്ത മഴയും ഉരുൾപൊട്ടലും സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുന്നറിയിപ്പുകളുടെ ഭാഗമായ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചിരുന്നതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF 23 സീറ്റിലും UDF 19 NDA 3 സീറ്റിലും വിജയിച്ചു. പാരീസ് ഒളിമ്പിക്സ് 5ാം ദിനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.